ഹായ് എവരിവൺ, നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ സീരീസിൽ നോക്കുന്നത് എല്ലാ PSC എക്സാമിനും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഈ സീരീസിൽ നമ്മൾ നോക്കുന്നത്. ആറ്റിങ്ങൽ കലാപം 1721, ആറ്റിങ്ങൽ കലാപം 1721, കുളച്ചൽ യുദ്ധം 1741, കുളച്ചൽ യുദ്ധം 1741, കുണ്ടറ വിളംബരം 1809, കുണ്ടറ വിളംബരം 1809, കുറിച്യർ ലഹള 1812, കുറിച്യർ ലഹള 1812, ചാന്നാർ ലഹള 1859, ചാന്നാർ ലഹള 1859, പണ്ടാരപ്പാട്ട് വിളംബരം 1865, പണ്ടാരപ്പാട്ട് വിളംബരം 1865, വൈക്കം സത്യാഗ്രഹം 1924, വൈക്കം സത്യാഗ്രഹം നടന്നത് 1924, ഗുരുവായൂർ സത്യാഗ്രഹം 1931, ഗുരുവായൂർ സത്യാഗ്രഹം 1931, നിവർത്തന പ്രക്ഷോഭം 1932, നിവർത്തന പ്രക്ഷോഭം 1932, നിവർത്തന പ്രക്ഷോഭം 1932, ക്ഷേത്രപ്രവേശന വിളംബരം 1930, ക്ഷേത്രപ്രവേശന വിളംബരം 1930, വിത്തുശക്തി പ്രക്ഷോഭം 1936, വിത്തുശക്തി പ്രക്ഷോഭം 1936, കയ്യൂർ സമരം 1941, പുന്നപ്ര വയലാർ സമരം 1946, പുന്നപ്ര വയലാർ സമരം 1946, തോൽവിക് സമരം 1946, തോൽവിക് സമരം 1946. ഇതിൽ വന്ധ്യവയോധികർ, തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധിക അക്കമ്മ ചെറിയാൻ, തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധിക അക്കമ്മ ചെറിയാൻ, ദക്ഷിണേന്ത്യയുടെ വന്ധ്യവയോധികൻ S. സുബ്രഹ്മണ്യ അയ്യർ, ദക്ഷിണേന്ത്യയുടെ വന്ധ്യവയോധികൻ S. സുബ്രഹ്മണ്യ അയ്യർ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി, ഇന്ത്യയുടെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആനി ബസന്റ്, ഇന്ത്യയുടെ വന്ധ്യവയോധിക